മിഡിൽ ഈസ്റ്റ് റിവൈവൽ ചർച്ച് കിഡ്സ് ടീമിലെ സുവർണ താരങ്ങൾ നിങ്ങൾക്കായി അണിയിച്ചൊരുക്കുന്നു മാത്തുവിന്റെ പരീക്ഷ. ഇതിലെ കഥയും കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികമാണ്. ഏതെങ്കിലും കഥാപാത്രങ്ങൾക്ക് നിങ്ങളുമായി സാമ്യം തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ ഓരോ തോന്നലുകൾ അതിന് ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? അപ്പൊ തുടങ്ങട്ടെ മാത്തുവിന്റെ പരീക്ഷ. മമ്മ എനിക്കും വരണം മമ്മ. ഞാൻ ഉറങ്ങിക്കോട്ടെ മമ്മ. ആ, നീ പോയി കിടന്നുറങ്ങിക്കോ. എനിക്ക് ഇച്ചിരി കുക്കിംഗ് ഉണ്ട്. രണ്ടുപേരുടെ കുറെ നേരമായല്ലോ തോണ്ടിക്കൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. എടാ ചെറുക്ക, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പ്ലീസ്, ഈ ഗെയിമിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ്, ഇതൊന്ന് ഫിനിഷ് ആക്കട്ടെ. അവന് വല്ല കൂസലുണ്ടോ നോക്കിയേ. മാത്തു, നിനക്കിത് മേടിച്ചു തന്നേക്കുന്ന പഠിക്കാനാ, അല്ലാതെ ഗെയിം കളിച്ചു രസിക്കാനല്ല. അച്ചാച്ചാ, അച്ചാച്ചൻ ഇതെന്തോലും ശ്രദ്ധിക്കുന്നുണ്ടോ? അതെങ്ങനെ ശ്രദ്ധിക്കാനാ? അതിൽ നിന്നൊന്ന് കഴുത്തി നിവർത്തിയിട്ട് വേണ്ട ശ്രദ്ധിക്കാന്. ഒരിത്തിരി മനസമാധാനം. അച്ചാച്ചന് സമാധാനം തരുമ്പോ പോകുന്നത് എന്റെ സമാധാനമാ. കഴിഞ്ഞ ടേമിൽ ആ ലീനയുടെ മോന് സെക്കൻഡ് ലാംഗ്വേജ് ഒഴികെ ബാക്കി എല്ലാത്തിനും ഫുൾ മാർക്കായിരുന്നു. ഇവൻ എല്ലാത്തിനും 2-3 മാർക്കല്ലേ കുറഞ്ഞുള്ളൂ. എന്താ പോരെ, ഇനിയും കുറയ്ക്കണോ? എടാ, നിനക്ക് നാളെ സൺഡേ സ്കൂളിൽ ഏതോ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ. പരിപാടിയല്ല, പരീക്ഷ, എക്സാം. അതിന്റെ ഡൗട്ട്സ് ഞാൻ മമ്മിനോട് ആസ്ക് ചെയ്തപ്പോൾ ബിഫോർ മമ്മ ബിസി ആയിരുന്നു. അതൊക്കെ നിനക്ക് അറിയാവുന്ന പോലെ അങ്ങ് എഴുതിയാ മതി. അല്ലെങ്കിൽ അങ്ങോട്ട് ചോദിക്ക്, ചർച്ചിന്റെ മെയിൻ എൽഡർ ആയിരിക്കുന്നത്. ദാവീദിന്റെ മക്കളിൽ 2 പേർ സ്വയം രാജാവാകുവാൻ ശ്രമിച്ചവരാണ്, അബ്ശലോമും അദോനിയാവും. 2 പേരുടെയും മരണത്തിലാണ് ഈ ശ്രമങ്ങൾ അവസാനിച്ചത്. പോസ്റ്റ്. ആ, ഹലോ ജോസൂട്ടി. ആ അച്ചായ, പിന്നെ എന്തുണ്ടടാ വിശേഷം? പപ്പാ, ഈ അബ്ശലോം എങ്ങനെയാ മരിച്ചത്? നല്ല വിശേഷം അച്ചായ. കഴിഞ്ഞ ആഴ്ച ചേർച്ചിന്റെ സെൽ മീറ്റിംഗിന് കണ്ടില്ലല്ലോ. അത് ഞങ്ങൾ വേറൊരു പാർട്ടി പ്രേയറിന് പോയിരിക്കുവായിരുന്നു. പാർട്ടി പ്രയറോ? പാർട്ടി പ്രേയർ അല്ല, പാർട്ടി സമ്മേളനം. നീ വിളിച്ച കാര്യം പറ ജോസ്. ആ, ഞാൻ വിളിച്ചത് നിങ്ങളുടെ ഓഫീസിൽ കഴിഞ്ഞ 2 ദിവസം വന്നിട്ടും ആ മാനേജറിനെ കണ്ടില്ലല്ലോ. പപ്പാ, ഈ അബ്ശലോം എങ്ങനെയാ മരിച്ചത്? മരത്തിൽ തൂങ്ങി മരിച്ചു. അങ്ങനെ മരിച്ചോ? ഇല്ല, മരിച്ചില്ല. മരിച്ചില്ലേ? മരിച്ചു. എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. അയ്യോ, അബ്ശാലോം മരിച്ചു, മാനേജർ ജീവിച്ചിരിപ്പുണ്ട്. മരത്തിൽ തൂങ്ങി മരിച്ചത് യൂഡ അല്ലേ പപ്പ? അബ്ശാലോം മരിച്ചതിൽ മരത്തിന് എന്തോ പങ്കുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആ, മരത്തിന്റെ പങ്കും ഇപ്പൊ CBI അന്വേഷിക്കുന്നുണ്ട്. അച്ഛൻ എന്തൊക്കെയാ പറയണ? ഓ, അതൊന്നും ഇല്ലടാ, ഇവിടെ മാത്തുവിന് കുറച്ച് ബൈബിൾ പറഞ്ഞു കൊടുത്തതാ. ഓ, അച്ഛൻ ഇതൊക്കെ അറിയാവോ? ആ, ബൈബിൾ കുറച്ചൊക്കെ അറിയാം. എന്തിനാ അച്ചാച്ച കുറച്ചാക്കുന്നത്? ചുമ്മാ അടിച്ചു വിടുവല്ലേ. മൊത്തം അറിയാന്നങ്ങ് പറഞ്ഞേക്ക്. എടാ, നിനക്ക് എന്തേലും പഠിക്കണമെങ്കിൽ ആ സൺഡേ സ്കൂൾ ബുക്കിലുള്ളത് അങ്ങ് പഠിച്ചാ മതി. മമ്മ, എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട്, അത് പിന്നെ ആരിനോടാ ചോദിക്കണം? ഒന്ന് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സമ്മതിക്കത്തില്ലല്ലേ? ചോദിക്ക്. കിഴക്ക് നിന്നും വിദ്വാൻമാർ യേശുവിനെ നമസ്കരിച്ച് കാഴ്ചകൾ അർപ്പിച്ചു. മമ്മ, ഈ കാഴ്ചകൾ പറഞ്ഞത് എന്താ? ഗിഫ്റ്റ്. നമ്മുടെ മലിന്റെ ജനിച്ചപ്പോ കാണാൻ വരുന്നവരെല്ലാം ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നില്ലേ, അതിനാ. യേശുവിനെ സ്നാനപ്പെടുത്തിയത് ആര്? അതാരാ മമ്മ? ഓ, അത് പത്രോസ് ആണെന്ന് തോന്നുന്നു. യേശു ജനിച്ചത് എവിടെ? അതെവിടെയാ പപ്പ? അതിനെന്താ സംശയം? നീ കേട്ടിട്ടില്ലേ, നസ്രേനായ യേശു, നസ്രേത്ത്, സിമ്പിൾ. നസ്രേത്തോ? പാലസ്തീൻ അല്ലേ? പാലസ്തീന്റെ തെരുവീഥികളിൽ എന്നൊക്കെ പാസ്റ്റർ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഓ, ശരിക്കും എവിടെയാ? നിനക്കൊരു ടാബ് വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ, ഈ ചോദിക്കുന്ന നേരത്ത് ഒന്ന് ഗൂഗിൾ ചെയ്താ പോരെ. എനിക്ക് ഉറക്കം വരുവാ പപ്പ.
നാളെ എക്സാം ഒക്കെ അല്ലേ, ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങടാ. ഒരു സങ്കീർത്തനം എടുത്ത് വായിച്ച്. യഹോവ എന്റെ ഇടിയാനാവുന്നു, എനിക്ക് മുട്ടുണ്ടാ. അയ്യോ, ഇതിന്റെ ചാർജ് ഫിനിഷായി. ബാക്കി ഓർമ്മയില്ലേ? പപ്പ അങ്ങ് ഓർത്ത് പറ. യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല. എന്റെ പൊന്നു മോനെ, നീ അങ്ങോട്ട് പോയി പ്രാർത്ഥിച്ചു കിടന്നുറങ്ങ്. പപ്പ സങ്കീർത്തനം പറഞ്ഞു തീർന്നിട്ട് നീ ഇന്ന് കിടക്കാൻ സാധ്യതയില്ല. അതിൽ ചാർജ് ഇല്ലല്ലോ, അതിവിടെ വെച്ചേര്. മലിന്റെ അവിടെ കിടന്നുറങ്ങുക, അവളെ ശല്യപ്പെടുത്തല്ല. സഹൃദയരെ, ഈ ഹ്രസ്വ നാടകത്തിന് നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന അകമഴിഞ്ഞ പിന്തുണയ്ക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇതിലെ കഥാപാത്രങ്ങളെയും അഭിനേതാക്കളെയും നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തട്ടെ. മാത്തുവിൻ്റെ മമ്മ ഇവാന വർഗീസ്, മാത്തുവിൻ്റെ പപ്പ ഡാനി ഡിനു, മാത്തു ജോഫസ് ബിനു, ജോസ് സാക് ബിനു. അടുത്ത രംഗത്തിൽ വേദിയിലേക്ക് എത്തുന്നു പാസ്റ്റർ സ്റ്റീവ് സുനിൽ, റോണിമോന്റെ മമ്മി അബിഗേൽ തോമസ്, ആൻസി ടീച്ചർ ഏഞ്ചൽ ജോൺ. ഒപ്പം സഹതാരങ്ങളായി ജവാഷ് ഫ്രാൻസിസും ജുവാൻ ഫ്രാൻസിസും, മെലിൻഡയ്ക്ക് ശബ്ദം നൽകി സ്റ്റെലിൻസ ഡെനീഷും. അഭിനേതാക്കൾക്കും പരിശീലനത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ത്യാഗപൂർണമായി ഞങ്ങളോട് സഹകരിച്ച ഇവരുടെ മാതാപിതാക്കൾക്കും ഈ നാടകത്തിൻ്റെ ശബ്ദക്രമീകരണവും എഡിറ്റിംഗും നിർവഹിച്ച ബ്രദർ സിജോമോൻ കിളിമാനൂരിനും ഇതിന് അവതരണാനുമതി നൽകിയ പാസ്റ്റർ അനീഷ് തോമസിനും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി. അടുത്ത രംഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് തുടരുന്നു മാത്തുവിൻ്റെ പരീക്ഷ. ഇന്ന് ബാപ്റ്റിസം എടുത്ത ബ്രദേഴ്സ് എല്ലാവർക്കും ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അത് കഴിച്ചിട്ട് പോകാവൂ. എടാ, മലിന്റെ എവിടെ? അവിടെ ഷീനാന്റെ കൂട്ടി നിക്കുക. പിന്നെയല്ല മമ്മ, പപ്പ മെസ്സേജിന്റെ ഇടയിൽ ഉറങ്ങുമായിരുന്നു. മിണ്ടാതിരി മാത്തു, വല്ലവരും കേക്കും. പ്രൈസ് ലോർഡ് അച്ഛാ. അച്ഛൻ എന്തേ അവിടെ പാസ്റ്റ് അന്വേഷിക്കുന്നു? ദാ വരുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ് സിസ്റ്റർ. വലിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ റോണിമോൻ ഇവരുടെ ക്ലാസ്സിൽ സൺഡേ സ്കൂൾ എക്സാമിന് ഫസ്റ്റ്. അപ്പം മാത്തുവിന് സെക്കൻഡ് ആയിരിക്കും. സെക്കൻഡ് ഷീന സിസ്റ്ററിന്റെ മോൾ കാണല്ലോ. എന്നാ മാത്തുവിന് തേർഡ് ആയിരിക്കും. ഞാൻ ടീച്ചറിനോടൊന്ന് ചോദിക്കട്ടെ. ആൻസി സിസ്റ്റർ അല്ലേ ഇവരുടെ ക്ലാസ് ടീച്ചർ? ദേ ആൻസി സിസ്റ്റർ. ക്ലാസ്സിലെ തേർഡ് ആർക്കാ സിസ്റ്ററെ? അതാ നിസി സിസ്റ്ററിന്റെ മോൾ കാണല്ലോ. അപ്പോ ഇവനോ? ഇത് സിസ്റ്ററിന്റെ കയ്യിൽ നേരിട്ട് തരാൻ വേണ്ടി വെച്ചിരുന്നതാ. 50-1? എടാ, നീ എല്ലാം എഴുതിയെന്നാണല്ലോ പറഞ്ഞത്. ഞാൻ എല്ലാം എഴുതി മമ്മ, ഒരെണ്ണം പോലും ഇട്ടില്ല. സ്കൂളിലുള്ളത് പോലും പഠിപ്പിക്കാനുള്ള സമയം മാറ്റി വെച്ച് പഠിപ്പിച്ചതാ. ഈ പേപ്പറിൽ എല്ലാത്തിനും ആൻസറും ഉണ്ട്. പിന്നെ എന്താ ടീച്ചർ ഈ മാർക്ക്? ആൻസർ ശരിയാണെങ്കിൽ അല്ലേ മാർക്ക് കൊടുക്കാൻ പറ്റൂ. മാത്തു എന്താ എഴുതിയിരിക്കുന്നതെന്നും കൂടി ഒന്ന് നോക്ക്. എന്തു പറ്റി? എന്താ ഒരു തർക്കം? അതെ പാസ്റ്ററെ, മാത്തു എല്ലാം എഴുതിയെന്ന് പറഞ്ഞു. എന്നിട്ട് റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റും ഇല്ല, സെക്കൻഡും ഇല്ല, തേർഡും ഇല്ല. ഇതെന്ത് കളി? എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. സിസ്റ്ററിന്റെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ? ആ ഉണ്ട്. എന്നാ പിന്നെ പ്രശ്നം തീർന്നു. ഇപ്പോൾ തന്നെ ഞാനൊരു റീടെസ്റ്റ് ഇടാം. എന്താ സിസ്റ്ററെ? ആ, അത് മതി. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത സിസ്റ്ററെ. മാത്തു, നീ ഇങ്ങോട്ടൊന്ന് നീങ്ങി നിന്നേ. ഏരോ മതിൽ തകർത്ത് ആര്? ഞാനല്ല, ആ ഡേസിലും ജോയലുമാ എപ്പോഴും അപ്പുറത്തെ മതിലിൽ ചാടി കളിക്കാണ്. അവരോട് പോയി ചോദിച്ചു നോക്ക്. പാസ്റ്ററെ, എന്റെ മാത്തു അല്പ കുസൃതി ഉണ്ടെങ്കിൽ അങ്ങനെ നശീകരണം ഒന്നും ചെയ്യില്ല. ഇനി അഥവാ അവൻ വല്ലതും തകർത്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ദീർഘം അങ്ങ് എണ്ണി തന്നേക്കാം. അതുകൊണ്ട് മാർക്ക് കുറയ്ക്കാമോ? സിസ്റ്റർക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നേ. ക്വസ്റ്റ്യൻ പേപ്പറിലെ ബൈബിളിൽ നിന്നുള്ള ചോദ്യമായിരുന്നു അത്. എന്തായാലും
കറക്റ്റ് ആൻസർ എഴുതിയിട്ടില്ല എന്ന് മനസ്സിലായല്ലോ. ഒന്ന് തെറ്റിയാലും സെക്കൻഡെങ്കിലും കിട്ടണ്ടേ? ഓക്കെ, അടുത്തത് ചോദിക്കാം. ആദ്യത്തെ കൽപ്പന ലംഘനവും അതിൽ നിന്നുള്ള സന്ദേശവും വിവരിക്കുക. ഹൗവ ആദത്തിന്റെ അടുത്ത് പഴം കഴിക്കാൻ കൽപ്പിച്ചു. ആഡം അത് അനുസരിച്ചു. പക്ഷേ അവർ പാമ്പിന് കൊടുത്തില്ല. അപ്പോൾ ദൈവം അവരെ തോട്ടത്തിന് പുറത്താക്കി. അതാ പറ്റിയത്. ഷെയറിംഗ് ഇസ് കെയറിംഗ്. ആ, അത് പോട്ടെ. ഇനി അടുത്തത് ചോദിക്കാം. യേശുവിന്റെ ജനനത്തെ പറ്റി ആദ്യം അറിഞ്ഞത് ആര്? മറിയം. ഒരു വിധത്തിൽ ചിന്തിച്ചാൽ അത് ശരിയാണല്ലോ. അതുകൊണ്ട് ഞാൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. കൊള്ളാം. ഇനി അടുത്തത്. വിദ്വാന്മാർ യേശുവിന് എന്തെല്ലാം കാഴ്ചകൾ അർപ്പിച്ചു? സോപ്പും പൗഡറും പാമ്പേഴ്സും. മാത്തു, മമ്മിയല്ല പറഞ്ഞത് മെലിൻഡയുടെ ഗിഫ്റ്റ് കിട്ടിയ പോലെയാണ്. ഇനി അടുത്തത്. യേശുവിനെ സ്നാനപ്പെടുത്തിയത് ആര്? യാക്കോബാണോ യോസേഫ് ആണോ? ഡൗട്ട് ഉണ്ട്. രണ്ടും ഏതിയാണ്? മാത്തു. മമ്മ. സംശയത്തിന് മാർക്ക് തരാൻ പറ്റില്ലല്ലോ മാത്തു. ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കാം. അതിൽ കൂടുതൽ കേട്ട് നിൽക്കാൻ പറ്റില്ല സിസ്റ്ററെ. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കണമെങ്കിൽ നാം ആദ്യം എന്ത് ചെയ്യണം? പാവം ചെയ്യണം. മോനെ മാത്തു, നീ എന്തൊക്കെയാടെ ഈ പറയുന്നേ? ഇനി ഞാൻ ചോദിക്കണോ സിസ്റ്ററെ? ഇനിയും ചോദിച്ചാ ഞാൻ ചിലപ്പം ബോധം കെട്ട് വീരും പാസ്റ്ററെ. എന്നാലും എൻ്റെ മാത്തു, എന്തെല്ലാം ഞാൻ പഠിപ്പിച്ചതാടാ. യേശുവിനെ സ്നാനപ്പെടുത്തിയത് പത്രോസ് ആണെന്നെങ്കിലും നിനക്ക് കറക്റ്റായിട്ട് എഴുതിക്കൂടായിരുന്നോ? ഈ ഹ്രസ്വനാടകം കണ്ടപ്പോൾ നിങ്ങളുടെ മുഖത്ത് ഒരു ചെറു പുഞ്ചിരിയെങ്കിലും വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നാടകം വിജയിച്ചു. അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ലക്ഷ്യം വിജയിച്ചു. ദൈവവചന സത്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിച്ച് നല്ല ക്രിസ്തുശിഷ്യന്മാരെ വാർത്തെടുക്കുവാനുള്ള നമ്മുടെ ഉത്തരവാദിത്വത്തിൽ വരും നാളുകളിൽ വർദ്ധിച്ച പ്രതിബദ്ധതയോടെ വിശ്വസ്തയോടെ മുന്നേറുമെന്ന തീരുമാനത്തിലേക്ക് ദൈവം നമ്മെ ഏവരെയും നയിക്കട്ടെ. നന്ദി.